അപ്പോ തമ്പി സാറേ വീടൊക്കെ ഇഷ്ടായില്ലേ? ഇതെന്നാ ചോദ്യാണോ? വീടൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടായിക്കണേ. അല്ല റാണി, നിനക്ക് വീടൊക്കെ ഇഷ്ടായില്ലേ? വീട് എനിക്ക് ഒത്തിരി ഇഷ്ടായി. എനിക്ക് മാത്രമല്ല, പിള്ളേരെ രണ്ടെണ്ണത്തിനും പേർക്ക് ഇഷ്ടായി. പിന്നെ അമ്മയ്ക്കും. അതല്ലടാ മോനെ, ഇത്രയും നല്ല വീട് ഇത്രയും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല. ഗീതുമോളെ, അഞ്ചുമോളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ അഭിപ്രായം? വീടൊക്കെ ഇഷ്ടായോ മക്കളെ? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി അച്ഛാ. എന്നാലും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല കിടുവായിട്ടുള്ള വീട് ഇരിക്കുന്നേ. അതെ അതെ, ഇതൊരിക്കലും എക്സ്പെക്ട് ചെയ്തതേ അല്ല അച്ഛാ. അമ്മ ഒരു കിടുവയ്ക്കണേ. കേട്ടുള്ള ബ്രോക്കറെ, ഇനിയിപ്പോ ബ്രോക്കറിന്റെ സംശയമൊക്കെ മാറിക്കാണെന്ന് വിചാരിക്കുന്നേ. ഓ, എന്തായാലും നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം. പിന്നെ വെള്ളം ഇവിടെ ജപ്പാനും ഉണ്ട്, കോർപ്പറേഷനും ഉണ്ട് കേട്ടോ. പിന്നെ ചേച്ചി, അയൽവക്കത്തെ ആൾക്കാര് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കമ്പനി എന്ന് വെച്ചാ നല്ല കമ്പനിയാ. വന്ന തിരക്കില് അവരോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സാവധാനം പോയി ഒന്ന് പരിചയപ്പെടാൻ. ഓ, സാവധാനം പരിചയപ്പെട്ടാ മതി. പിന്നെ പലരും ഈ വീടിനെ പറ്റി പലതും പറഞ്ഞെടുക്കും. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. കാരണം എത്രയൊക്കെ നല്ല കമ്പനിയാന്ന് പറഞ്ഞാലും നിങ്ങളൊരു പുതിയ വീട് വാങ്ങിയതിന്റെ ചെറിയൊരു അസൂയം കുശുമ്പൊക്കെ ഉള്ളതുകൊണ്ടേ ചിലപ്പം ഇത് വല്ല പ്രേത ബംഗ്ലാവാന്നും ഇതിനു മുന്നേ ഇവിടെ പ്രേതങ്ങളെ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടെ വീട് വിറ്റ് പോകാൻ കുറെ വൈകുന്നൊക്കെ അവര് ചിലപ്പോ തള്ളിയെന്നിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. നാട്ടാരെ പറ്റി ഞങ്ങൾക്ക് തികച്ചറിയാന്നേ. അതൊന്നും ഞങ്ങൾ മൈൻഡേ ചെയ്യാൻ പോകത്തില്ല. അല്ലേടി? അല്ല പിന്നെ ഇതിലും വലിയ നാട്ടാരെ കണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നേ. എന്നിട്ടല്ലേ ഇവര് അതൊക്കെ ഞങ്ങൾ നോക്കി കൈകാര്യം ചെയ്തോളാം ബ്രോക്കറെ. എന്നാ ആയിക്കോട്ടെ കേട്ടോ. ഇനിയിപ്പോ ഈ വീടിന്റെ പേരിൽ എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യേ. എനിക്കറിയണ നല്ലൊരു വക്കീലുണ്ട്, അവർ വെച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാന്നേ. ഓ, അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല ബ്രോക്കറെ. എന്തായാലും വേണ്ടില്ല, ചോദിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാന്നേ. നിങ്ങളെ കോൺടാക്ട് നമ്പർ എന്റെ കയ്യിലുണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ കിട്ടുന്നല്ലേ പറഞ്ഞേ. എന്നാ പിന്നെ ഞാൻ അങ്ങനെ തന്നെ കോൺടാക്ട് ചെയ്തോളാം. ഓ ആയിക്കോട്ടെ, നിങ്ങൾ വിളിക്കേണ്ട താമസമേ ഉള്ളൂ. വിളിക്കേണ്ട അടുത്ത് ഈ ഭാസ്കരനെത്തും. എപ്പോഴും ഇങ്ങനെ കണ്ടാ മതി. ഓ, കാണാണ്ട് ഇനി കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. അല്ല, വീടും നാട്ടുകാരൊക്കെ ഇനിയും കുറെ ചുറ്റിക്കാണാനൊക്കെ ഉണ്ടാവല്ലോ, അത് പറഞ്ഞതാ. എന്നാ ശരി കേട്ടോ, ഇന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് അങ്ങോട്ട് ചെല്ലാൻ. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ. ഓ ശരി ഭാസ്കർ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓ ആയിക്കോട്ടെ, ശുഭദിനം. ഇനി എന്താ രണ്ടുപേരും നിൽക്കുന്നേ? ചെന്ന് പാലുകാച്ചലിനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ഏയ് ഇല്ല റാണി, ഇന്നത്തെ ഒരു ദിവസം എവിടെയും പോകത്തില്ലെന്നേ. നീ പാല് കാച്ചാൻ നോക്ക്. മക്കളെ നോക്കി കണ്ടൊക്കെ പോകേട്ടാ. നല്ല നേരം പോണ മുന്നേ നമുക്ക് പോയി അങ്ങ് പാല് കാച്ചാം. എന്ത് ഐശ്വര്യമുള്ള വീട് അല്ല. എന്നാലും ഇത്രയും അടിപൊളിയായിട്ടുള്ള വീട് എന്തിനായിരിക്കും ഇത്രയും വില കുറവിൽ വിട്ടിട്ടുണ്ടാവാ? അവരെ വല്ല ബുദ്ധിമുട്ടും കൊണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ വിറ്റിട്ടുണ്ടാവാ. എന്തായാലും എനിക്ക് അതുകൊണ്ടാണല്ലോ ഇന്നത് സ്വന്തമാക്കാൻ പറ്റിയേ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അറിയാത്ത കുടുംബക്കാരെയും ഒന്ന് വിളിച്ചറിയിച്ചേക്കാം. ഇനി ഒന്നും പേടിക്കണ്ട. പിന്നല്ലാണ്ട് നമ്മള് പൂജപാത്രത്തിലാണല്ലോ പാല് കാച്ചിയേക്കുന്നേ. ഇനി ഒന്നും ചെയ്യാനില്ല. ആ പാലങ്ങ് ഇറക്കിട്ടെ എല്ലാവർക്കും ഗ്ലാസ്സിൽ കൊണ്ട് ഒഴിച്ചൊന്ന് കൊടുക്ക്. ശരിടി മോളെ. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി പോയി ഇത് ഒഴിക്കാൻ ഗ്ലാസ് എടുത്തു തരാം. അല്ല എന്റെ റാണി, ഒരു പാല് കാച്ചാനാണ് ഇത്ര നേരം? നീ പോയിട്ട് എത്ര നേരമായി? അതെന്നെ റാണി, ഞാൻ നേരത്തെ നിൽക്കുമ്പോ തന്നെ പാല് കാച്ചി കഴിഞ്ഞതാണല്ലോ. പിന്നെന്തേ കൊണ്ടുവരാൻ അത്ര താമസം? അത് പിന്നെ പാല് കാച്ചി കഴിഞ്ഞപ്പോഴാ ഗ്ലാസിന്റെ കാര്യം ഓർമ്മ വന്നേ.
ഇനിയിപ്പോ സംസാരിച്ച് ഉള്ള ചൂട് കളയണ്ട, എല്ലാരും വേഗം അങ്ങോട്ട് വലിച്ചു കുടിച്ചോടി. അതന്നെ, എല്ലാരും കുടിച്ചിട്ട് ക്ലാസ് വന്നല്ലേ, എനിക്കൊന്ന് കൈ വെച്ചിട്ട് ബാക്കി പണികളൊക്കെ നോക്കായിരുന്നു. ദേ അഞ്ജലി, ഇനി എന്താ നോക്കി നിൽക്കുന്നേ? വേഗം വലിച്ചങ്ങോട്ട് കുടിച്ചോടെ. അമ്മ, ഇതങ്ങനെ പച്ചയ്ക്ക് കുടിക്കാനാ? എന്നാ പിന്നെ തൊട്ട് നക്കാനെ ഒരു അച്ചാർ കൂടെ തരട്ടാ? ഓ എൻ്റെ അമ്മേ, അതല്ല, അമ്മയ്ക്ക് അറിയാലോ ഞാനിങ്ങനെ കാച്ചി പാല് കുടിക്കത്തില്ലെന്ന്. ഒന്നെങ്കിൽ ഓറഞ്ച് പൊടിയോ അല്ലെങ്കിൽ ബൂസ്റ്റ് പൊടിയോ ഇട്ട് കലക്കി തന്നാലേ ഞാൻ കുടിക്കത്തുള്ളൂ. ആ തൽക്കാലേ അങ്ങനെ ഒന്നും കുടിക്കണ്ട, ആ പാൽ അങ്ങോട്ട് വലിച്ചു കുടിച്ചാച്ചാ മതി. പാല് കാച്ചിൽ കഴിഞ്ഞതാ, ഇത് ഇങ്ങനെ തന്നെ വേണം കുടിക്കാനേ. അതന്നെ മക്കളെ, എല്ലാരും അങ്ങനെ തന്നെയല്ലേ കുടിക്കുന്നേ, പിന്നെ എന്തുവാ വലിച്ചങ്ങ് കണ്ടുപൂട്ടി കുടിച്ചേക്കുന്നേ. അച്ഛാ, എനിക്ക് ഇങ്ങനെ കുടിക്കാൻ കഴിയത്തില്ല. അമ്മ കുറച്ച് ബൂസ്റ്റ് പൊടി കലക്കി താമേ. പക്ഷേ വെള്ളത്തിലെടുത്ത് കുടിക്കാൻ നോക്കേ, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കലക്കി തരും പറഞ്ഞേക്കാം. എന്തുവാ അമ്മ? അഞ്ജലി, വെറുതെ എന്തിനാ അമ്മൻ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? കണ്ണുമൂടി അങ്ങ് വലിച്ചു കുടിച്ചേക്കുന്നേ, ഒന്നും അറിയത്തില്ല. അച്ഛമ്മേ, ഈ പാലിന്റെ ചവ എനിക്ക് ഇഷ്ടമല്ല അച്ഛമ്മേ, അതുകൊണ്ടാ അമ്മനോട് പറയുന്നേ ഒരു ഓർലീസോ ബൂസ്റ്റോ ഇത്തിരി കലക്കി തരാനേ. നിനക്ക് മാത്രമേ കുഴപ്പമില്ലല്ലോ, ഗീത അങ്ങനെയല്ലേ കുടിക്കുന്നേ, പിന്നെ നിനക്ക് അങ്ങനെ കുടിച്ചാലേ? അവള് വലിയ അമ്പനിന്റെ കൊച്ചുമോളല്ലേ, അവക്ക് അങ്ങനെയൊക്കെ ഇറങ്ങത്തുള്ളൂ. അതാ നീ പൊടി കൊതുകേ, നിനക്ക് അങ്ങനെ തന്നെ ആണോടി കൊഞ്ചലി? അമ്മ നോക്കമ്മേ, അവള് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നേ. ഡാഞ്ചലി കളിക്കാണ്ട് മര്യാദയ്ക്ക് കുടിക്കാൻ നോക്കിക്കേട്ടാ, ഓരോന്നെങ്കിൽ നല്ല ദിവസം നോക്കത്തില്ല, നാലെണ്ണം അവിടെ പൊടിച്ചു തരാൻ പറഞ്ഞേക്കാം. ആ എന്തോന്ന് മക്കളെ, നല്ലൊരു ദിവസമായിട്ട് അമ്മന്റെ അടുത്ത് എന്തിനാ മേടിച്ചു കൂട്ടുന്നേ? വേഗം അങ്ങോട്ട് കണ്ണു മൂടി കുടിക്കാൻ നോക്ക്. നല്ല മക്കള് വേഗം വലിച്ചു കുടിച്ചിട്ടെ പോയി നിങ്ങൾ റൂമൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ നോക്ക്, നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലയോ. 2 hours later. മനുഷ്യൻ ഓർക്കം കളയാനായിട്ട് അമ്മ വരുന്നേ, കിടന്ന് മോങ്ങല്ലേ. ഞാൻ എത്തി അമ്മേ, ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ. അമ്മേ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് രാവിലെ പരിഹരിക്കാന്നേ. അമ്മ ഇങ്ങനെ കിടന്ന് കരയാതെ. അല്ല, പൊതുവെ നിങ്ങൾക്ക് ഇങ്ങനെ ഫൈറ്റ് ഒന്നും വരാറില്ലല്ലോ, ഇന്നെന്താ ഇങ്ങനെ നട്ടപ്പാതിരാത്രിക്ക്? അമ്മേ, അമ്മേ വന്ന് കിടന്ന് ഉറങ്ങ്, ഇങ്ങനെ കരയല്ലേ. ചേടാ, അമ്മക്ക് തണുത്ത് വിറച്ചിട്ടാണോ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അതിനെന്തിനാ അമ്മ കിടന്ന് കരയുന്നേ? ബ്ലാങ്കറ്റ് പൊളിച്ച് കിടന്നാ പോരായിരുന്നോ? ഇനിയിപ്പോ ബ്ലാങ്കറ്റ് കയ്യിലില്ലാത്തോണ്ടാണോ? എന്നാ പിന്നെ എന്നോടൊരു വാക്ക് ചോദിച്ചിടായിരുന്നോ? റൂമിലെ വെറുതെ കൊതുക് 2 ബ്ലാങ്കറ്റും പൊളിച്ച് കിടക്കുക. ഞാൻ ഒരെണ്ണം വേണമെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടുതരാന്നേ. അതിനാണ് ഇങ്ങനെ കരയണമെങ്കിൽ കരയില്ല അമ്മ, ഞാൻ പറയണൊന്ന് കേക്ക്. ഇപ്പൊ കരച്ചില് മാറി ചെറിയായോ? അമ്മക്ക് ഈയിടെയായിട്ട് കുറുമ്പുലാസം കൂടുന്നുണ്ട് കേട്ടോ. മതി മതി, ഒന്ന് വന്നേ, ഇങ്ങോട്ട് വാ അമ്മേ. ഇങ്ങോട്ട് വരാനേ.